അപ്പം ഞാൻ പൊയ്ക്കോട്ടെ ഉടനെ ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്, മനസ്സിലായി? മയിരാണ്. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കണ്ട്. എൻ്റെ പടം വരച്ചാണ്, പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാണ് ഗൈസ്. സങ്കടം അങ്ങോട്ട് പുറത്ത് വരുന്നില്ല. ആ മുഖം കാണുമ്പോൾ അറിയാം എത്രത്തോളം വിഷമിച്ചിട്ടാണ്, എത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. പക്ഷെ അധികം ഒന്നും റിയാക്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ് ഈ നെഗറ്റീവ്? നിക്ക് അതിന് മുന്നേ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്താ കമൻറ്റ് വായിച്ചപ്പോൾ. പിന്നെ മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഞാൻ കമൻ്റ് ഒന്നും നോക്കാറില്ല, ഞാൻ വീഡിയോ പോലും കാണാറില്ല, എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്താൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നെ വിളിച്ച് പറയുന്നത്, അപ്പോഴായിരിക്കും ഞാൻ കാണുന്നത്, ഞാൻ അങ്ങനെ വീഡിയോ കാണുകയോ കമൻറ്റ് ചെയ്യുകയോ നോക്കാറില്ല. എന്നിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് കുത്തിയിരുന്ന് മൊത്തം കമൻറ്റും വായിച്ചിട്ടുണ്ടല്ലോ. നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വേറെ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തവസ്ഥയാണ്, പ്രത്യേകിച്ച് എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പറയാതെ ഞങ്ങൾ എങ്ങനെ അറിയുന്ന കൊച്ചേ? ഈ ലൈവ് കണ്ടിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയോ സാഹചര്യമോ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഈ സാധാ ലൈവ് അല്ല കേട്ടോ, സബ്സ്ക്രിപ്ഷൻ ലൈവ്. അതിനകത്ത് കയറിയിട്ട് ഈ പറഞ്ഞത് ആൾക്കാരെ വെല്ലുവിളിക്കുക, ഇത് ലീക്ക് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ഗുൽസിതങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നേരെ തിരിച്ചാണല്ലോ. മറ്റേ അന്യൻ സിനിമയിലെ കഥാപാത്രമാകാനായിട്ട് പറ്റുമല്ലോ, അത് നമ്മളങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പം അതാണ് സംഭവം. കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. അപ്പം ഈ നേരിട്ട് കണ്ടാൽ എന്നെ ഇങ്ങനൊന്നും അല്ല, നേരിട്ട് കണ്ടാൽ ഞാൻ അങ്ങ് അപ്സരസ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോഴേ ഇങ്ങനെ എലിയും പല്ലിയുമായിട്ട് തോന്നുന്നത്, നേരിട്ട് കണ്ടാൽ അങ്ങ് അപ്സരസ് ആണെന്ന്. കഷ്ടം ഈ ഒരു ദയനീയ അവസ്ഥ. ആർട്ടിസ്റ്റാണ്, ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ നിങ്ങളൊരു നല്ല കലാകാരനെ. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനല്ല. ഓക്കെ, കുത്തി നോവിക്കാനും മാത്രമല്ല, ഈ കലയെന്ന് പറയുന്നത് അഴിഞ്ഞാടാനുള്ള ഒരു മേൽവിലാസം കൂടിയല്ല. ഈ കലയെന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ദൈവം അനുഗ്രഹിച്ച് കൊടുക്കുന്ന ഒന്നാണ് കല. അത് ഈ കലയുടെ പേരിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകളും ഈ അഴിഞ്ഞാട്ടങ്ങളും കണ്ട് സഹിച്ചിരിക്കുകയാണ് ഈ ജനങ്ങൾ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ. എവിടെ നോക്കിയാലും ഈ വക പേക്കൂത്തുകളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ കലയെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നവർ തന്നെയാണ് ആ കലയെ കൊലയാക്കി മാറ്റുന്നത്. അപ്പോൾ എല്ലാം അറിയാം. അപ്പോൾ താരം കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, എല്ലാത്തിനും റിയാക്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ താരത്തിൻ്റെ ഇപ്പം നമ്മൾ കണ്ടത് ദയനീയ അവസ്ഥ, സങ്കടം ഉള്ളിലൊതുക്കി വിഷമത്തിൽ നിൽക്കുന്ന ഒരു പാവം എന്നല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു മഹാരൂപം കൂടെ കാണാം. ഈ അന്യൻ സിനിമയിലെ നമ്മുടെ വിക്രം ചെയ്ത പോലെ ഒരേ നിമിഷം രണ്ടായിട്ട് വരില്ലേ, അപ്പോൾ അതുപോലെ വേറൊരാളായിട്ട് മാറുന്ന ആ ഒരു പ്രതിഭാസം നമുക്കൊന്ന് കാണാം. ഏത് നാറിയാണേലും എടാ, നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ലെന്ന് പറഞ്ഞില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ അപ്പം ഇതാണ് മറ്റൊരു രേണുസുതി. നമ്മൾ ആദ്യം കണ്ടത് വിഷമിച്ച് സങ്കടപ്പെട്ട് സഹിക്കാൻ പറ്റാതെ ആരോടും പ്രതികരിക്കാതെ ഇത് കണ്ടിട്ട് സങ്കടം തോന്നി റിയാക്ട് ചെയ്യുന്ന രേണുസുതിയെ. ഇപ്പം നമ്മൾ കണ്ടത് നീ ആണാണോടാ, നാണം കെട്ടവനെ, നാണമുണ്ടോടാ നാണം കെട്ടവനെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വയലൻ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു പ്രതിഭാസം. അപ്പം അങ്ങനെ എല്ലാവിധ ക്യാരക്ടറും കയ്യിൽ ഭദ്രമാണ്. കാരണം കലയാണല്ലോ എല്ലാം. സംഭവം മറ്റൊന്നുമല്ല കേട്ടോ, ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും പ്രതികരിക്കാത്ത ഒരാളാണ്.
പക്ഷേ ഈ വരച്ച പടം ഉണ്ടല്ലോ അതങ്ങ് ഉള്ളിൽ തട്ടി, അതങ്ങ് ചങ്കിൽ കൊണ്ടു തറച്ചു കയറി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത്. കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും ആരോടും ചെയ്യില്ല. ഇത് ആരാണ് ഈ പടം വരച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെയൊന്നും അപമാനിക്കണ്ടായിരുന്നു. പാവം, നേരിട്ട് കണ്ടിട്ട് പോരായിരുന്നോ എൻ്റെ ചങ്ങാതിയെ ഇങ്ങനെ ഒരു പടം വരയ്ക്കേണ്ടത്? കാരണം നേരിട്ട് കണ്ടാൽ തമന്നയാണെന്നാണല്ലോ വാദം. അപ്പോൾ പോയി ഒന്ന് നേരിട്ട് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു പടം വരച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ പോരായിരുന്നോ? ഇങ്ങനെ ശാപം വലിച്ച് തലേ വെക്കല്ലേ ചങ്ങാതി, നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവരുടെ ശാപം വലിച്ച് തലേ വെക്കണ്ട കേട്ടോ, കാരണം മനം ഉരുകി ശപിച്ചു കഴിഞ്ഞാൽ അത് വീഴും. കാരണം വിധവയാ വിധവ. അപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് പാവം വിധവ എന്ന മേൽവിലാസത്തിൽ ജീവിക്കുന്ന വിധവയുടെ മറ്റൊരു രൂപം കൂടി നമുക്ക് കാണാം. സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ? അറിഞ്ഞതാണ്. ആ ചുണ്ടിൻ്റെ ലൈവ് വൈറലായതോടുകൂടി അടുത്ത ഒരു ലൈവും കൂടി വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന് എനിക്ക് മയിരാണ്. മയിര് ഓക്കെ, ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ നമ്മളാരും പരിഹസിക്കുന്നൊന്നുമില്ല. ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കോമാളിയാകാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? മറ്റേ ഇതിലെ ഷബിന ചേച്ചി പറയുന്നൊരു പേരുണ്ടല്ലോ, ഞാൻ ആ ഒരു പേര് ഇവിടെ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു പേര് സ്വയം ഏറ്റുവാങ്ങിയതാണ്. കാരണം കാണിക്കുന്നത് ഇങ്ങനെയാണല്ലോ. നെഗറ്റീവ് കൊണ്ടല്ലേ വൈറലാകാൻ പറ്റത്തുള്ളൂ. പക്ഷേ റീച്ചൊക്കെ പോയി, താരത്തിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. കാരണം പുതിയതായിട്ട് റിലീസായിട്ടുള്ള അനുരാഗക്കാറ്റിൻ്റെ ആൽബം ഈ അടുത്ത സമയത്ത് 10 ദിവസം കണ്ടായി റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ആൽബം ഇവരുടെ കാണാൻ പോകത്തില്ല, ഇവർ അഭിനയിക്കുന്ന ഒരു ആൽബം കാണാൻ പോകത്തില്ല. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് ലിങ്കായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്വയം തമന്നയെന്ന് അവകാശപ്പെടുന്ന രേണുസുതി എന്ന പേര് കേട്ടാൽ തന്നെ റീച്ച് അങ്ങ് കര കവിഞ്ഞൊഴുകും എന്നൊക്കെ അവകാശപ്പെടുന്ന രേണുസുതിയുടെ സ്വന്തം ആൽബം അനുരാഗ് കാറ്റ്, അതിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് 24K ആണ്, യൂട്യൂബിലാണ്. അപ്പോൾ ഈ 24K വ്യൂവേഴ്സേ ഇവർക്കുള്ളൂ. പക്ഷേ ഇവർ റിയാക്ട് ചെയ്യുന്നവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതായത് ഇവർ റിയാക്ട് ചെയ്ത് ഇടുന്ന ഏത് വീഡിയോസും നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട്. 50K 100K 200K ഒക്കെ പലർക്കും പോകുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ഈ രേണുസുതിയുടെ മഹത്വം കൊണ്ടല്ല. രേണുസുതിക്കെതിരെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് അധികവും. അപ്പോൾ ഈ റീച്ച്, രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നത് രേണുസുതിയുടെ മഹത്വമല്ല. അപ്പോൾ ഈ രേണുസുതിയെ വെച്ചിട്ട് ആൽബം ചെയ്യിക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, എന്ത് റീച്ചാണ് കിട്ടുന്നത്? അപ്പോൾ അഹങ്കരിക്കുന്നവർക്കും അഹന്തയ്ക്കും ഉള്ള ഒരു മറുപടി എന്നായാലും ഈ കുത്തനെ കയറില്ലേ, ഒരു നാൾ ഇറക്കമുണ്ടാവും. അപ്പോൾ ഈ കുത്തനെയുള്ള ഈ കയറ്റം കണ്ടിട്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠമാണ്. അപ്പോൾ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കിട്ടിത്തുടങ്ങി, റീച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി, സബ്സ്ക്രിപ്ഷനിലും കുറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ കൂടിയോന്ന് അറിഞ്ഞില്ല, ഞാൻ നോക്കിയില്ല. കാരണം ഈ ചുണ്ട് പൊട്ടിയ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സബ്സ്ക്രിപ്ഷൻ കൂടിയെന്ന് ആരോ പറഞ്ഞു കേട്ടു, ഞാൻ ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല കേട്ടോ. അപ്പം ഇനി കൂടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് ലീലാവിലാസങ്ങൾ കാണിച്ചു കൊടുക്കണം. ഈ അഭിലാഷ് ആട്ട എന്ന് പറയുന്ന ഒരു തെണ്ടി പറയുന്നുണ്ടായിരുന്നു, അയ്യോ ചുണ്ട് പൊട്ടിയത് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പം ഈ ചുണ്ടിട്ട് ഇങ്ങനെ ഈ ഉലകം ചുറ്റി കറക്കിയതൊന്നും ഇവൻ കണ്ടില്ലേ? അപ്പം അവനും ഇവളെപ്പോലെ മറ്റൊരു വാഴ, അത്രയേ ഉള്ളൂ, വെറും ഊള. ഇവരെല്ലാവരും ഈ നെഗറ്റീവ് കൊണ്ട് റീച്ച് ആകാൻ നോക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.